ഏഴാം ഘട്ട പ്രചാരണം ശക്തമാക്കിയ മുന്നണികൾ 7 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 57 മണ്ഡലങ്ങളിലേക്കാണ് വോട്ടെടുപ്പ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരാണസിയും ഏഴാം ഘട്ടത്തിൽ ഉൾപ്പെടും. തൃണമൂൽ, ബിജെപി, സിപിഐഎം ത്രികോണ മത്സരം നടക്കുന്ന ബംഗാളിലെ 8 മണ്ഡലങ്ങളും ഏഴാം ഘട്ടത്തിൽ ഉൾപ്പെടുന്നുണ്ട്. 7 സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തുമായി 57 സീറ്റുകളിലേക്കാണ് ജൂൺ 1 വോട്ടെടുപ്പ്. ഏഴാം ഘട്ടത്തിൽ 904 സ്ഥാനാർത്ഥികൾ ജനവിധി തേടും. ഉത്തർപ്രദേശിലും പഞ്ചാബിലും 13ഇടത്തും, ബംഗാൾ 9, ബീഹാർ 8, ഒഡീഷ 6, ഹിമാചൽ പ്രദേശ് 4, ജാർഖണ്ഡ് 3, കേന്ദ്രഭരണ പ്രദേശമായ ചണ്ഡീഗഡും അവസാന ഘട്ടത്തിൽ ഉൾപ്പെടും. നരേന്ദ്രമോദിയുടെ വാരണാസി ഉൾപ്പെടെ ഒട്ടേറെ VIP മണ്ഡലങ്ങളും അവസാന ഘട്ടത്തിലുണ്ട്. 8 മണ്ഡലങ്ങളിലേക്ക് വോട്ടെടുപ്പ് നടക്കുന്ന ബംഗാളിൽ തൃണമൂൽ, BJP, CPIM ശക്തമായ ത്രികോണ മത്സരമാണ്. ബംഗാളിലെ ജാദവ്പൂരിൽ ശ്രീജൻ ഭട്ടാചാര്യയും, ഡംഡമിൽ സുജൻ ചക്രവർത്തിയും, കൊൽക്കത്ത ദക്ഷിണിൽ സൈറാഷ ഹാലിമും, ഡയമണ്ട് ഹാർബറിൽ പ്രതികൂർ റഹ്മാനും CPIMനായി ശക്തമായ മത്സരം കാഴ്ചവെക്കുന്നു. കോൺഗ്രസിന്റെ മനീഷ് തിവാരി മത്സരിക്കുന്ന ചണ്ഡീഗഡും ശ്രദ്ധേയമായ മണ്ഡലമാണ്. ബോളിവുഡ് നടി കങ്കണ റണാവത്തും കോൺഗ്രസ് നേതാവ് വിക്രമാദിത്യ സിംഗും ഏറ്റുമുട്ടുന്ന മണ്ഡിയാണ് ഹിമാചലിലെ പ്രധാന മണ്ഡലം. അതേസമയം പോളിംഗ് ശതമാനം കുറയുന്നത് BJPയിൽ വലിയ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. 61.22% രേഖപ്പെടുത്തിയ 6ാം ഘട്ടത്തിലായിരുന്നു ഏറ്റവും കുറഞ്ഞ പോളിംഗ് നടന്നത്. കൈരളി ന്യൂസ്, ദില്ലി.